ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വൺ ഡേ ട്രിപ്പിൻ്റെ 3rd പാർട്ടാണ് കേട്ടോ ഇത്. ഫസ്റ്റും സെക്കൻഡ് പാർട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് പോയി കണ്ടു നോക്കണേ. സെക്കൻഡ് പാർട്ട് വന്നിരിക്കുന്നത് ഞങ്ങൾ ജെയിൻ ടെമ്പിൾ പോയതായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഏകദേശം ഒരു 4-5 മണിയോടുകൂടി ഞങ്ങൾ തിരിക്കുകയാണ്. എന്നിട്ട് നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വലിയ ഫാന് കാണാൻ പോവാണ്. ഹാരിഷി അവധിയും പറയുന്ന പോലെ വലിയ ഫാന്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നിട്ട് അവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറുണ്ട് ഈ പറയുന്ന സ്ഥലത്തേക്ക്. ഏകദേശം ഒരു 57 കിലോമീറ്ററോളം ഉണ്ട്. അങ്ങനെ അവിടെയും കൂടെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇടയ്ക്ക് എത്തിയപ്പം നമ്മളൊരു പനന്നുങ്കിൻ്റെ കട കണ്ടു. അപ്പോൾ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് പനന്നുങ്ക് ഒന്ന് കഴിക്കണമെന്ന്. എന്താ ടേസ്റ്റ് എന്ന് ഇതുവരെ അറിയില്ല. അധികം തമിഴ്നാട് ഏരിയയിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് പനന്നുങ്ക്. നൊങ്ക് എന്നാണോ നങ്ക് എന്നാണോ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കട കണ്ടപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു നമുക്കൊന്ന് വാങ്ങി നോക്കിയാലോ എന്ന്. അങ്ങനെ ഏട്ടൻ വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവർ ഓരോന്ന് ചെത്തി നോക്കുകയാണ്. പക്ഷേ ചിലതിലൊന്നും ഇല്ലയെന്ന് തോന്നും. അപ്പോൾ അത് കളയുന്നുണ്ട്, ഉള്ളത് അവരെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച അവരങ്ങനെ പൊളിച്ചിട്ട് നമുക്ക് ആ പീസ് നമുക്ക് കൊണ്ടു തരുമായിരിക്കുന്നു കേട്ടോ. എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് എന്താ സംഭവമെന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്നു ഒരു ഗ്ലാസ്സിൽ. ഞാൻ ചോദിക്കും ഇതെന്താ സംഭവം ഇങ്ങനെ തന്നിരിക്കുന്നത്, നമ്മൾ പ്രതീക്ഷിച്ചില്ല എങ്ങനെയാണ് തരുന്നത്. ഒരു സർബത്ത് പോലെ അതിൽ ഒഴിച്ചിട്ട് ആണ് ഈ നൊങ്ക് ഇട്ടിട്ടാണ് തന്നത്. അങ്ങനെ 2 ഗ്ലാസ് എങ്ങാനും വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ഞങ്ങൾ. അതന്നെ കഴിച്ചിട്ട് ഫുള്ളായി, വയറ് നിറഞ്ഞതുപോലെയായിരുന്നു. വലിയൊരു ഗ്ലാസ്സായിരുന്നു. അങ്ങനെ മക്കൾക്കൊക്കെ ആദ്യം കൊടുത്തു. അവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. കുറച്ച് മധുരം ഉള്ളതുകൊണ്ട് ഈ സർബത്ത് ഒഴിച്ചതുകൊണ്ട് നല്ല മധുരമുണ്ട്. അത് കഴിഞ്ഞ് അവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഏകദേശം മനസ്സിലായി. കൊള്ളാട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം കൊണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു കട കേട്ടോ, എവിടെയും കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കിട്ടിയപ്പോൾ അത് അവിടെ വണ്ടി സൈഡിൽ നിന്നാക്കിയിട്ട് ഞങ്ങളത് കഴിച്ചതിന് ശേഷം പിന്നെ യാത്ര തുടങ്ങി. യാത്ര തുടങ്ങിയപ്പം പിന്നെ പോകുന്ന വഴിക്കൊക്കെ കട കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഏട്ടനോട് അങ്ങനെ തന്നെയാണ്, നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സാധനം ഉണ്ടെങ്കിൽ അത് എപ്പോഴൊന്നും കാണൂല. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാ വഴിയിലും കാണാം. അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ കുറേ കടകൾ കണ്ടു നൊങ്കിൻ്റെ. പിന്നെ പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഈ തെങ്ങിൻ്റെയൊക്കെ നല്ല ഭംഗിയുള്ള തോട്ടം കാണുന്നുണ്ടായിരുന്നു ഓരോ സംഭവം. പിന്നെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ മക്കൾക്ക് ഏകദേശം വെറുപ്പിക്കൽ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാണ് കേട്ടോ. 3 പേര് നല്ല എൻജോയ്മെൻറ്റ്, നല്ല കളി. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള വ്യൂസാണ്. മഴക്കാറൊക്കെ നിറഞ്ഞ് മേഘങ്ങളൊക്കെ നിറഞ്ഞ് മലകളൊക്കെ ആയി കാണാൻ. ഏട്ടൻ പറഞ്ഞ് ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ മഴയായിരിക്കും, നമുക്ക് ഇറങ്ങാൻ കഴിയുമോ എന്നൊക്കെ പേടിച്ചിട്ടുണ്ടായിരുന്നു. വലിയ മല കണ്ടില്ല, എന്ത് ഭംഗിയാണെന്നറിയാം. ഇത് നാഗർകോവിൽ ബൈപ്പാസാണ് നമ്മൾ പോകുന്നത്. അപ്പം നാഗർകോവിൽ ടച്ച് ചെയ്തിട്ടില്ല, ടച്ച് ചെയ്യാതെ പോവാണ് ബൈപ്പാസ് വഴി. അങ്ങനെ പോയിട്ട് നമ്മൾ എത്തുന്നത് എന്താണ് തോവാലൈ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ സ്ഥലം കേട്ടോ. വിൻഡ് മില്ലാണ് കാണാൻ പോകുന്നത്. തോവാലൈ വിൻഡ് മില്ല് അങ്ങനെ എന്തോ, അവിടെയാണ് ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് ഏട്ടനൊരു പ്രാവശ്യം തൂത്തുക്കുടിയിലേക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോയ സമയത്ത് വിൻഡ് മില്ല് കണ്ടപ്പോൾ ഫോട്ടോ എടുത്തു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ മക്കൾക്ക് ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തു, ഈ വിൻഡ് മില്ലിൻ്റെ. അപ്പോൾ വലിയ ഫാനാണെന്ന് പറഞ്ഞിട്ട് അത് കാണണമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. വിൻഡ് മിൽ വലിയ
അങ്ങനെ മക്കളുടെ ഒരു വലിയൊരു ആഗ്രഹമാണ് സാധിച്ചത്. വലിയ ഫാന് കണ്ടു. ആ ഒരു സന്തോഷ പ്രകടനമാണ് ഇപ്പോൾ കണ്ടത്. അവർക്ക് ആദ്യം ഒന്ന് കണ്ടപ്പോൾ അത്രയും സന്തോഷം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നിറയെ ഫാനുകളായി. പിന്നെ ഒച്ചിട്ട് പിന്നെ അവർക്ക് സൗണ്ട് ഇല്ലാതെ ആയിട്ടോ. അത്രയ്ക്ക് സന്തോഷമായിട്ടുണ്ടായിരുന്നു അവർക്ക് ഇതെല്ലാം കണ്ടപ്പോൾ. അത് കാറ്റിന് കറങ്ങുന്ന വേന. In 500 meters, make a U-turn. കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. കാറ്റടിക്കുമ്പോ അത് കറങ്ങും. ഇവിടെ ഭയങ്കര കാറ്റാ. അതുകൊണ്ടാണ് ഈ പ്രദേശത്ത് തല പുറത്തിടല്ലേ. Make a U-turn, then turn left. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു മതിയോ ഇനി കണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മതിയില്ല, ഇനിയും കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ പറഞ്ഞു കുറച്ചുകൂടെ എന്നാൽ പോയിട്ട് നമുക്കങ്ങനെ ഒരു യൂ ടേൺ എടുത്തിട്ട് തിരിയാനുള്ളൊരു സ്ഥലമുണ്ട്, വേറെ സ്ഥലത്ത് കൂടെ മഹേന്ദ്രഗിരി ആ വഴി കൂടെ അങ്ങനെ പോരാന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന വഴിക്ക് ആയപ്പോഴത്തേ പിന്നെ കുറേ കാണാൻ തുടങ്ങി കേട്ടോ. രണ്ട് സൈഡിലും നല്ല കാറ്റും ഉണ്ട്, വിൻഡ് മില്ലെല്ലാം കറങ്ങുന്നുണ്ട്. ചിലത് നല്ല ഹൈറ്റ് ഉണ്ട്, ചിലത് ഹൈറ്റ് കുറഞ്ഞതാണ്. പല ടൈപ്പുള്ള ഫാനുകളാണ്. അങ്ങനെ ഇത് ഞാനും ആദ്യമായിട്ടാട്ടോ കാണുന്നത്. കണ്ടപ്പോൾ നല്ല അത്ഭുതം തോന്നി, നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല അടിപൊളി വ്യൂസ് ആയിട്ടോ. കാണുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടം തോന്നും അതിലാ വഴി കൂടെ പോവാൻ. അങ്ങനെ കുറച്ച് ദൂരം ഞങ്ങൾ യാത്ര ചെയ്തു. ഇവരെ ഒരു 1 ഡേ ട്രിപ്പ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എന്തായാലും നല്ല എൻജോയ് ചെയ്തൊരു 1 ഡേ ട്രിപ്പായിരുന്നു. കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി. അങ്ങനെ ഒരു നല്ലൊരു അടിപൊളി 1 ഡേ ട്രിപ്പായിരുന്നു. ഇതും കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഏട്ടൻ്റെ ISROൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു മഹേന്ദ്രഗിരി, അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ദൂരെ നമ്മൾ നോക്കിയപ്പം അവിടെ സൈഡിലായിട്ട് അതിൻ്റെ ബിൽഡിങ് കാണുന്നുണ്ടായിരുന്നു, ആ മലേൻ്റെ ആ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അത് അവിടെയാണ് അവരെ ഓഫീസ് ഉള്ളത്, മഹേന്ദ്രഗിരി ഓഫീസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഓഫീസിൻ്റെ സൈഡിൽ കൂടെ വന്ന് അവിടെ ഇറങ്ങി കേട്ടോ. ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്ത് കാറ്റാണെന്നറിയോ, നല്ല കാറ്റ്, മരങ്ങളൊക്കെ നല്ല പോലെ ഇളകുന്നുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, ആ ഏരിയയിൽ നല്ല കാറ്റുള്ളതുകൊണ്ടാണ് അവിടെ ആ ഒരു വിൻഡ് മിൽ ഇത്രയും ഏരിയയിലുള്ളതെന്ന് പറഞ്ഞു. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ അടിപൊളി നല്ല കാറ്റായിരുന്നു അവിടെ ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഇതാണ് ആ ബൗണ്ടറി, അവരെ ആ ഒരു മതിൽ, ഇതാണ് ISROൻ്റെ മതിലാണ് ആ കാണുന്ന റൈറ്റ് സൈഡിൽ. അത് കുറേ ദൂരം വരെ ഉണ്ട് കേട്ടോ അത്, ആ ഒരു മതിൽ. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. കുറേ ദൂരം അങ്ങനെ ഇനി ഇരുടായി തുടങ്ങി. വേഗം നമുക്ക് വീട്ടിൽ പോകാം, മഴയൊക്കെ ആവുന്നതിൻ്റെ മുമ്പേ പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോവും. അപ്പോൾ ഈ രാത്രിത്തെ വ്യൂ നല്ല ഭംഗിയുണ്ട് കാണാൻ. സൂര്യ അസ്തമിച്ചിട്ട് ആ ഒരു വ്യൂ, മേഘങ്ങളൊക്കെ കൂടി നിറഞ്ഞിട്ടുള്ള ആ ഒരു വ്യൂ നല്ല അടിപൊളിയായിരുന്നു കാണാൻ. അങ്ങനെ തിരിച്ച് നമ്മൾ രാത്രിയായി. അങ്ങനെ ഇന്നത്തെ ഒരു ട്രിപ്പ് ഇങ്ങനെ ഫുൾ യാത്രകൾ മാത്രം തന്നെയായിരുന്നു. ഞങ്ങളെ ഫാമിലി മാത്രമായിട്ട് ഒരു യാത്ര. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞതേ കണ്ടില്ലേ, മരങ്ങളൊക്കെ നോക്കൊക്കെ ഒരു സൈഡിലേക്കാണ് ചെരിഞ്ഞ് കിടക്കുന്നത്. തെങ്ങിൻ്റെ ഓലയൊക്കെ ആണെങ്കിലും ഒരു സൈഡിലേക്ക്, ആ കാറ്റുകാരനാണ് അങ്ങനെ കിടക്കുന്നതെന്നാണ് പറഞ്ഞത്. ഓലയൊക്കെ അത്രയും കാറ്റാണ് അവിടെയൊക്കെ. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങൾ നമ്മളുടെ കേരളത്തിലേക്ക് അങ്ങോട്ട് കടന്നപ്പോൾ നല്ല അടിപൊളി റോഡാണ് ഈ കാണുന്നത്. അങ്ങനെ നല്ല ലൈറ്റൊക്കെ ആയിട്ട് നമ്മൾ തിരുവനന്തപുരത്തേക്ക് എത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളുടെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഞാൻ ഐ ബട്ടണിലൊക്കെ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് പോയി കണ്ടു നോക്കണേ. അങ്ങനെ തിരിച്ച് നമ്മൾ രാത്രി നമ്മളുടെ വീട്ടിലെത്തി. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.